ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു കല്ലുമ്മക്കായ അല്ലെങ്കിൽ കല്ലുമ്മക്കായ നിറച്ചത് ഉണ്ടാക്കിയാലോ. അതിനായി ആദ്യം കല്ലുമ്മക്കായ നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഈ കല്ലുമ്മക്കായ വെന്ത് വരുമ്പോൾ അത് പിളർന്നു വരും, അപ്പോൾ നമുക്കത് വൃത്തിയാക്കാൻ എളുപ്പമായിരിക്കും. ഇനി ഈ കല്ലുമ്മക്കായെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് ഇത്ര കല്ലുമ്മക്കായ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു 1/2 കിലോൻ്റെ അടുത്ത് ഉണ്ടാകും. ഇനി നമുക്കിതിനെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതിന് വേണ്ട ഒരു കൂട്ട് തയ്യാറാക്കാം. ഇനി നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. ഇത് നമ്മുടെ മാവ് കുഴക്കാനുള്ള വെള്ളമാണ്. അടുത്തതായി നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു 5-6 ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, 1 സ്പൂൺ പെരിഞ്ജീരകം, അടുത്തതായി നമുക്ക് വേണ്ടത് കല്ലുമ്മക്കായ. ഞാൻ ഒരു 25 കല്ലുമ്മക്കായ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് അരിപ്പൊടിയാണ്. ഇത് വീട്ടിൽ തന്നെ പൊടിച്ച അരിപ്പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്കറ്റ് പൊടിയും ഉപയോഗിക്കാം. അടുത്തതായി നമുക്ക് മാവ് കുഴക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം മാവിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇതിന് ഇനി നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കാം. നമുക്കിതൊരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. ചൂടുവെള്ളമായതുകൊണ്ട് നമുക്ക് കൈ കുഴക്കാൻ ആവില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു കൂട്ട് തയ്യാറാക്കാം. അതിന് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന തേങ്ങ, ജീരകം, ഉള്ളി ഇതൊക്കെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് അടിച്ച് കൊണ്ടുവന്ന ഈ കൂട്ട് നമുക്ക് ഈ അരിപ്പൊടിയിലിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നമുക്കിതൊരു 10 മിനിറ്റ് ശേഷം ഉണ്ടാക്കി നോക്കാം. ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് കല്ലുമ്മക്കായുടെ തോലൊക്കെ നല്ലതുപോലെ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഞാൻ. ഇനി ഇത് ഒരു മാവ് വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് ഒരു ഉരുള അരിക്കൂട്ടെടുത്ത് അതിൻ്റെ കൂടെ 1 കല്ലുമ്മക്കായ എടുത്ത് ഈ കല്ലുമ്മക്കായൻ്റെ തോലിൽ നിറച്ച് കൊടുക്കാം. കടയിൽ വാങ്ങുന്നത് വേറെ പോലെയാണ് ചെയ്യുന്നത്, പക്ഷെ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതാണ് എനിക്ക് എളുപ്പമായി തോന്നിയത്. ഇതുപോലെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ നമുക്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും. എല്ലാം ഒന്ന് നിറച്ച് വയ്ക്കാം നമുക്ക്. ഇതുപോലെ എല്ലാ കല്ലുമ്മക്കായും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായി ഒരു സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഒരു ഇഡ്ഡലി കുക്കർ വെച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ കല്ലുമ്മക്കായും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കല്ലുമ്മക്കായ്ക്ക് ഇപ്പോൾ വില കുറവാണ്. നിങ്ങളും വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് കുട്ടികൾക്ക് ഈവനിങ്ങിൽ കൊടുക്കാനും കഴിയും. പിന്നെ ഇതുപോലെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കതെടുത്ത് ഫ്രൈ ചെയ്ത് സെർവ് ചെയ്യാനും പറ്റും. ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടി ആയിരിക്കും. പിന്നെ നമുക്ക് ബേക്കറിയുടെ ആവശ്യമേ വരില്ല. ഒരു ഗ്ലാസ് ചായയും അതിൻ്റെ കൂടെ 2-3 കല്ലുമ്മക്കായ. ഇതൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരിക്കും കേട്ടോ. വൈകുന്നേരങ്ങളിൽ നമുക്ക് ഇത് അടച്ചു വെച്ച് നമുക്കൊരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഞാൻ ഇഡ്ഡലി തട്ട് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയി. ഇതിനി നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ.
ഇത് വെന്തോ എന്നറിയാൻ നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കിയാൽ മനസ്സിലാകും. അതിനു വേണ്ടി ഒരു പ്ലേറ്റ് എടുത്തതിന് ശേഷം അതിൽ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊരു കുഴമ്പ് രൂപത്തിൽ കുഴച്ചെടുക്കാം. ഇത് അധികം വെള്ളമാക്കാതെ ഒരു കുഴമ്പ് രൂപത്തിലാക്കിയാൽ മതി. നിങ്ങൾക്ക് നല്ല എരിവ് ആവശ്യമാണെങ്കിൽ ഇതിൽ കുറച്ചുകൂടി മുളക് പൊടി ആഡ് ചെയ്യാം. എങ്ങനെയാണോ നിങ്ങളുടെ ഇത് അതുപോലെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ, അല്ലെങ്കിൽ കുറവാണെങ്കിൽ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്താൽ മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് കല്ലുമാക്കായൊക്കെ ഈ മസാലയിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്ത് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഞാൻ 2 ബാച്ചായി എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് 1-2 തവണ തിരിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഈ കല്ലുമ്മക്കായ ഉള്ളിൽ നല്ല സോഫ്റ്റും ജ്യൂസിയാണ് കേട്ടോ, മേലെ കുറച്ച് ക്രിസ്പിയുമായിരിക്കും. നമ്മുടെ കല്ലുമ്മക്കായെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് സോസ് വെച്ച് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. Thank you for watching my video.